നമ്മളുടെ ജീവിതത്തിൽ നമ്മളാരും നല്ല മരണത്തെ ആഗ്രഹിക്കാത്ത ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മളുടെ അവസാന സമയം നന്നാവണം എന്നുള്ളത് തന്നെയാണ്. ഏതൊരു മജ്‌ലിസിലാണെങ്കിലും നമ്മൾ എവിടെ ദുആ ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ ദുആ ചെയ്യുന്ന ഒരു ദുആ ആണ്, അല്ലാഹുവേ ഹുസ്നുൽ ഖാത്തിമ നൽകണം അല്ലാഹ്, സൂഉൽ ഖാത്തിമയെ തൊട്ട് നീ സലാമത്ത് നൽകണം അല്ലാഹ് എന്ന് നമ്മൾ എല്ലാ ദുആഇകളിലും എല്ലാ പ്രാർത്ഥനകളിലും നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ ഒരഞ്ച് കാര്യം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നമ്മളെ മരണസമയം ഖൈറായ രൂപത്തിലാകും. നമ്മളെ മരണം ഏത് രൂപത്തിലാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ല രൂപത്തിലുള്ള മരണം നമുക്ക് കിട്ടുന്നതാണ്. ഒരഞ്ച് കാര്യം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നാമത്തേത് നമ്മുടെ മരണം നന്നാവാൻ ഒന്നാമതായിട്ട് ചെയ്യേണ്ട ഒരു വിഷയം, നമ്മളെല്ലാവരും ഹദ്ദാത്ത് റാത്തീബ് ചെല്ലുന്നവരാണ്. ആ ഹദ്ദാത്ത് റാത്തീബ് നമ്മൾ പതിവാക്കിയാൽ നമ്മളുടെ മരണം ഖൈറായ രൂപത്തിലാകും. രണ്ടാമത്തേത് ബാങ്കിന്റെ ശേഷമുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, ദുആ ഉണ്ടല്ലോ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ എന്ന് തുടങ്ങുന്നതായ പ്രാർത്ഥനയുണ്ടല്ലോ, ദുആ ഉണ്ടല്ലോ, അത് എല്ലാ ദിവസവും നമ്മൾ പതിവാക്കിയാൽ നമ്മളുടെ മരണം ഖൈറായ രൂപത്തിലാകും. മൂന്നാമത്തേത് വുളൂഇന് ശേഷമുള്ള ദുആ ഉണ്ടല്ലോ, ആ ദുആ നമ്മൾ എപ്പോഴും പതിവാക്കിയാൽ നമ്മൾ ഏതൊക്കെ സമയത്ത് വുളൂ ചെയ്യുന്നുവോ ആ വുളൂ ചെയ്യുന്ന സമയത്തെല്ലാം നമ്മൾ ആ ദുആ ചൊല്ലി കഴിഞ്ഞാൽ നമ്മളുടെ മരണം ഖൈറായ രൂപത്തിലാകും. നാലാമത്തേത് എല്ലാ ദിവസവും സൂറത്തുൽ ഇഖ്ലാസ് നമുക്ക് പാരായണം ചെയ്യാൻ കഴിയുമോ? സൂറത്തുൽ ഇഖ്ലാസ് 10 പ്രാവശ്യം ചെല്ലാൻ ഓതാൻ നമുക്ക് കഴിയുമോ? സൂറത്തുൽ ഇഖ്ലാസ് അറിയാം, ചെറിയ സൂറത്തല്ലേ. എല്ലാ ദിവസവും ഒരു 10 നമുക്ക് ഓതാൻ കഴിഞ്ഞാൽ നമുക്ക് ഖൈറായ രൂപത്തിലുള്ള മരണം ലഭിക്കുന്നതാണ്. അഞ്ചാമത്തേതായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഒരു 10 ആളുകളോട് നമ്മൾ സലാം പറഞ്ഞ